അനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്താ വേണ്ടത്? അവനെ ചങ്ങല പൊട്ടിച്ച കഥ കേൾക്കണേ. ഇയാൾ വീട്ടിലെയാ ചങ്ങല പൊട്ടിച്ച കഥയല്ലേ? ഞാനോ ഈ കഥ നടക്കണതേ അച്ഛൻ +2 പഠിക്കുന്ന സമയത്താട്ടോ. അപ്പം അച്ഛൻ നമ്മുടെ ഷേട്ടുപാപ്പൻ്റെ റൂമില്ലേ അവിടെ ഇരുന്ന് ഇങ്ങനെ മേശയും ഇരുന്ന് പഠിക്കായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ അച്ഛൻ ഭയങ്കര ബുദ്ധിയുള്ള ആളല്ലേ. അച്ഛൻ അപ്പം ഇങ്ങനെ കുറേ പഠിക്കാട്ട് ഇരുന്നിട്ട് അപ്പം ഉണ്ടോ നമ്മുടെ അരിയാച്ചല്ലേ, അരിയാച്ചൻ്റെ വീടിൻ്റെ അരിയാനെ വന്നിട്ട് നമ്മുടെ മിന്നാണ്ടി ഉണ്ണിയേട്ടോ ഉണ്ണിയേട്ടോ എന്ന് വിളിച്ചു. അപ്പം അച്ഛൻ എന്താണോ വെച്ചിട്ട് വേഗം നോക്കി. അപ്പം മിന്നാണ്ടി പറഞ്ഞു, ഉണ്ണിയേട്ടോ ദിലീപേട്ടൻ്റെ പറമ്പിൽ ആന ചങ്ങല പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, സൂക്ഷിച്ചോന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പുസ്തകം അങ്ങോട്ട് മാറ്റിയിട്ട് ഒറ്റ ചാട്ടം ചാടിയിട്ടാണ്ട് ഓടി പുറത്തേക്ക്. എന്നിട്ട് അച്ഛമ്മോട് പോയിട്ട് പറഞ്ഞു അമ്മ ആന ചങ്ങല പൊട്ടിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം സൂക്ഷിക്കണം കേട്ടാന്ന് പറഞ്ഞു. അപ്പം അച്ഛമ്മ പറഞ്ഞു, അയ്യോ മോനെ, നമ്മുടെ അച്ഛനും നമ്മുടെ ഷേട്ടുപാപ്പനും ഒന്നും വീട്ടിലില്ല, അവരേനൊക്കെ പറഞ്ഞറിയിക്കുക പെട്ടെന്ന്, അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അപ്പം അച്ഛൻ അങ്ങോട്ട് പോയി ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ പശുവിനെ പാടത്തിച്ച് പോയിക്കണം പറഞ്ഞു. അപ്പം അച്ഛൻ മോനെ അകത്തുനിന്ന് ഒറ്റ ഓട്ടം ഓടിയിട്ട് ഗേറ്റ് തുറന്നിട്ട് ഒറ്റ ചാട്ട ചാടി പറമ്പിലേക്ക് ചാടിയിട്ട് പിന്നെ 2-3 ചാട്ടം കൊണ്ട് നമ്മുടെ പറമ്പ് കിടന്നിട്ട് പാടത്തേക്ക് എത്തി അച്ഛൻ. ചാടി ചാടി ചാടിയിട്ട് പറമ്പ് തോടിൻ്റെ ഇടയ്ക്ക് എത്തി അച്ഛൻ. റോക്കറ്റ് പോലെ പോയത് അച്ഛൻ. അങ്ങനെ റോക്കറ്റ് പോലെ പോയിട്ട് പാടത്തേക്ക് എത്തിയിട്ട് അച്ഛൻ. എന്നിട്ട് അവിടെ എത്തിയിട്ട് അച്ഛനെ വിളിച്ചു, അച്ചോ അച്ചു 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 എന്ന് കുറേ വിളിച്ചു. അപ്പം നമ്മുടെ അച്ഛനെ അവിടെ കേൾക്കണത്, നമ്മുടെ അച്ഛൻ ഒന്നും കേൾക്കണമൊന്നുമില്ല. അപ്പം തോടില്ലേ, ആ തോട് എൻ്റെ ഇതിനെ അച്ഛൻ ഒറ്റ ചാട്ടം ചാടി തോട്ടിക്ക്. നീന്തി തോട് ഒറ്റ നീന്തലുകൊണ്ട് അച്ഛൻ അപ്പുറത്തെ കരയ്ക്ക് എത്തി. അവിടെ എത്തിയിട്ട് വീണ്ടും അച്ഛനെ വിളിച്ചു. അപ്പം അച്ഛൻ അവിടെ പശുവിനെ തീറ്റുണ്ടായിരുന്നു. അപ്പം അച്ഛൻ വന്നിട്ട് എന്താടാ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ദിലീപേട്ടൻ്റെ പറമ്പിലേ ആന ഓടിയുണ്ട്, ചങ്ങല പൊടിച്ച്, നമ്മളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വേഗം പുറത്തേക്ക് കൊണ്ട് ഓടാൻ നിൽക്കുമ്പോൾ പശു വന്നിട്ടില്ല. വേഗം അച്ഛൻ കൂട്ടി പോയിട്ട് പശുക്കുട്ടിയുടെ കയറയച്ചിട്ട് പശുക്കുട്ടിയുടെ കയറ് പിടിച്ചിട്ട് കുതിരേനെ ഓടിക്കണ പോലെ പശു ചാടിയിട്ട് നമ്മുടെ ഗേറ്റില്ലേ ഇയാൾ വീട്ടിലെ അവിടെ എത്തിയപ്പോൾ കുത്തലിൻ്റെ അതിനെ ഓടിയിട്ട് വന്നിട്ട് പശു അങ്ങനെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ പശുവിൻ്റെ മൂക്കേൻ്റെ അവിടെ കയറ് പിടിച്ച് ഒറ്റ വലിയ വലിച്ചു അച്ഛൻ. അപ്പോൾ പശു ഗേറ്റിന് മുകളിൽ കുതിര ചാടുന്ന പോലെ ചാടി മുറ്റത്തേക്ക് പച്ചക്കോ ഓടിപ്പോയിട്ട് തൊഴുത്തിൽ ഓടിയിട്ട് പശുവിനെ അച്ഛൻ കെട്ടിട്ടു. എൻ്റെ അച്ഛനോട് പറഞ്ഞു വേഗം കാക്കത്ത് കയറിയിരുന്നു പറഞ്ഞു. അങ്ങനെ അച്ഛൻ രക്ഷിച്ചുകൂടെ അച്ഛൻ. അപ്പണ്ട് നമ്മുടെ പാപ്പൻ ഷേട്ടുപാപ്പൻ ഇല്ലേ അവിടെ മണ്ടൻ, ആ മണ്ട ഷേട്ടുപാപ്പൻ കളിക്കാൻ പോർക്ക്. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ വേഗം അച്ഛനോട് ചോദിച്ചു എവിടെയാണ് ഷേട്ടു ചോദിച്ചു. ഷേട്ടുപാപ്പ എവിടെ അറിയോ എനിക്ക്? എവിടെയാ? പൊട്ടൻ ഫുട്ബോൾ കളിക്കാൻ പോയി മണ്ടൻ. അപ്പം അച്ഛൻ വേഗം പോയിട്ട് ഷേട്ടുപാപ്പ ഫുട്ബോൾ കളിക്കാൻ പോയ വീട്ടിലെ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിച്ചു ആ ചേച്ചീനെ. എന്നിട്ട് പറഞ്ഞു എല്ലാ കുട്ടികളും അകത്ത് കയറിക്കണം പറഞ്ഞു, ഞാൻ ചങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് വരുന്നു പറഞ്ഞു. അപ്പം ചേച്ചി ഓടി പോയിട്ട് എല്ലാവരും പറഞ്ഞു എല്ലാവരും അകത്ത് കയറിക്കോ പറഞ്ഞു. അപ്പം അച്ഛൻ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ദിലീപേട്ടൻ അതിൽ കൂടെ വന്നിട്ട് നമ്മുടെ മിന്നുവിൻ്റെ അടുത്ത അച്ഛച്ചില്ലേ കുഞ്ഞാച്ചനോട് പറഞ്ഞു ജിത്തൂരെ പെട്ടെന്ന് വിളിച്ചിട്ട് പോയോ, നമുക്ക് ആനേനെ പിടിച്ച് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വലിയ കയറൊക്കെ എടുത്തിട്ട് ആനയെ കെട്ടാൻ വേണ്ടി പോവാട്ടാ.